നമസ്കാരം. ദ പാത്ത് ഇസ് എ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്കെടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത് സന്തോഷവാന്മാരായിട്ടിരിക്കാനാണ്. ഹാപ്പിനെസ്. എല്ലാ കാര്യങ്ങളും അതിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. എഡ്യൂക്കേഷനും അതിനുദ്ദേശിച്ചിട്ടാണ്, പഠിച്ച് വലുതായിട്ട് സുഖമായിട്ട് ജീവിക്കാൻ. അപ്പോൾ നമ്മുടെ ഓരോ ആക്ടിവിറ്റിയിലും ഈ ഹാപ്പിനെസ് എന്നുള്ളൊരു ഫാക്ടർ എപ്പോഴും ഉണ്ട്. ഞാൻ സന്തോഷവാനാണോ? ചാരിജി മഹാരാജ് ഒരു ടോക്കിൽ പറഞ്ഞു, ആർ യു ഹാപ്പി? ഐ ആം ഹാപ്പി എന്ന് ഫുൾ സ്റ്റോപ്പ് ഇടാൻ പറ്റണം. ഐ ആം ഹാപ്പി ബിക്കോസ് എന്ന് പറഞ്ഞാൽ ഹാപ്പിനെസ് ഇല്ലേ, കാരണം. അപ്പോൾ ആ കാരണം പോയി കഴിഞ്ഞാൽ ഹാപ്പിനെസ് ഇല്ലാണ്ടായി മാറി, ഹാപ്പിനെസ് പോയി. ഹാപ്പി ഈസ് ദ മാൻ ഹൂ ഈസ് ഹാപ്പി അണ്ടർ ഓൾ സർക്കംസ്റ്റാൻസസ് എന്നാണ് ബാബുജി മഹാരാജ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ചിട്ട് ചിന്തിക്കുമ്പോൾ രാമായണത്തിൽ ഭഗവാൻ ശ്രീരാമൻ ലക്ഷ്മണന് നൽകുന്ന ഒരു ഉപദേശമുണ്ട്. രാവണനെ നിഗ്രഹിച്ചതിന് ശേഷം വിഭീഷണനെ രാജാവാക്കാനുള്ള ആ ഒരു തീരുമാനത്തിലാണ് ഭഗവാൻ ശ്രീരാമൻ. അപ്പോൾ ലക്ഷ്മണൻ പറയണ, ഈ രാജ്യം എത്ര സുന്ദരമാണ്, വളരെ അധികം സമ്പത്ത് നിറഞ്ഞതാണ്, നമുക്ക് ഇവിടുന്ന് പോകേണ്ട ആവശ്യമുണ്ടോ? എന്തിനാ അയോധ്യയിലേക്ക് പോണത്? അയോധ്യത്തെ സ്ഥിതി എന്താണെന്ന് കൂടി നമുക്കറിയില്ല. എത്ര കാലമായി അവിടെ വിട്ടു പോന്നിട്ട്. അപ്പോൾ ഭഗവാൻ ശ്രീരാമൻ ലക്ഷ്മണന് കൊടുക്കുന്നൊരു ഉപദേശമുണ്ട്. അപ്പീച്ച സ്വർണ്ണമയീ ലങ്ക ന മേ രോചതേ ലക്ഷ്മണ ജനനീ ജന്മഭൂമിശ്ച സ്വർഗാദപി ഗരീയസി. ഈ ലങ്ക സ്വർണ്ണമയാണ്, എങ്കിലും സ്വർഗത്തെക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്നത് എൻ്റെ അമ്മയും എൻ്റെ മാതൃഭൂമിയാണ്, ജന്മഭൂമി. ഇത് വളരെ ഡെപ്തുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. നമ്മൾ സാധാരണ വിചാരിക്കുന്നത് നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കണം, അമ്മയെ സ്നേഹിക്കണം. അതൊരു തുടക്കമാണ്. നമ്മൾ എവിടെയാണോ ഉള്ളത് അവിടെ ഹാപ്പി ആയിരിക്കുക. അവിടെയാണ് നമ്മൾ ആരംഭിച്ചത്. ആൽക്കമിസ്റ്റ് എന്ന പോളോ കെല്ലോൻ്റെ പുസ്തകമുണ്ട്, അതിലും ഇതുതന്നെയാണ് തീം. നമ്മൾ ഹാപ്പിനെസ് തേടി പോകുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ ശരിക്കും ഹാപ്പിനെസ്സിലാണ് നിലകൊള്ളുന്നത്. നമ്മുടെ ജീവിതം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം ഹാപ്പിനെസ്സാണ്, ജോയാണ്. അതിൻ്റെ മുകളിലുള്ള ഫ്ലക്ച്വേഷൻ മാത്രമാണ് നമ്മളിങ്ങനെ കാണുന്നത്. നമ്മൾ രാവിലെ എണീക്കുന്നു, ഉറങ്ങുന്നു, ശരീരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, നമുക്ക് നടക്കാൻ സാധിക്കുന്നു,
വായു ലഭിക്കുന്നുണ്ട്, വെള്ളം ലഭിക്കുന്നുണ്ട്, കുടുംബത്തിൽ എല്ലാവരും വളരെ ഹാർമണിയിലാണ്. ഇങ്ങനെയാണ് നമ്മൾ ആരംഭിക്കുന്നത്. ക്രമേണ ക്രമേണ അതൊന്ന് വിട്ടിട്ട് വേറെന്തോ ഉണ്ട് എന്നുള്ള ആ ഒരു രീതിയിൽ നമ്മൾ പോവുകയാണ്. കാരണം നമ്മൾ ഒരിക്കലും ഞാൻ സന്തോഷവാനാണെന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞിട്ടില്ല. കുട്ടിക്കാലത്തുള്ള സന്തോഷം വിസ്മരിക്കുകയാണ്. ഈഗോ പുറത്തേക്ക് നോക്കാൻ തുടങ്ങുകയാണ്. എപ്പോഴും അക്കരെ പച്ച എന്ന് തോന്നും. ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച. നമ്മുടെ രാജ്യം വിട്ടിട്ട് വേറെ രാജ്യങ്ങളിൽ പോയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, വിദ്യാസമ്പന്നരുണ്ട്. ഇവിടെ ഒന്നുമില്ല, എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്തിനാണ് ഇവിടെയൊക്കെ സമയം കളയുന്നത്, ഇത്രയും പഠിച്ചിട്ട് എവിടെയെങ്കിലും പോയിക്കൂടെ, നീ ഇത്രയും സമയം പഠിത്തത്തിന് ചില വല്ലതും ഉണ്ടാക്കിക്കൂടെ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഹാപ്പി അല്ല എന്നുള്ളതാണ്. നാച്ചുറലായിട്ടുള്ള സാഹചര്യത്തിൽ നമുക്ക് പോകേണ്ടി വന്നു എന്ന് വിചാരിച്ചാൽ ഹാപ്പി ആയിട്ട് പോവുക. നമ്മൾ പോകുന്ന ഇടങ്ങളിൽ നമുക്ക് ഉണ്ടായിട്ടുള്ള ഹാപ്പിനെസ് റേഡിയേറ്റ് ചെയ്യാനുള്ള സ്ഥലങ്ങളാണ്, അല്ലാതെ ഹാപ്പിനെസ് കിട്ടാനുള്ള സ്ഥലങ്ങളല്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് തോന്നുന്നു. നമ്മൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കൂടുതൽ ഹാപ്പിനെസ് ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഹാപ്പി അല്ല എന്നാണ് അർത്ഥം. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കുറവ് ഹാപ്പിനെസ് ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അതും ഹാപ്പിനെസ് അല്ല. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ സന്യാസാശ്രമം അത് ഹാപ്പിനെസ് ആണോ? ഞാൻ ഹാപ്പിയാണ്, അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി ഹാപ്പിനെസ് പോയി. കാട്ടിൽ അല്ലെങ്കിൽ ഗുഹയിൽ അല്ലെങ്കിൽ ചില തീർത്ഥാടന കേന്ദ്രങ്ങളിൽ അവിടെ പോയിരുന്നാലും എനിക്ക് സമാധാനമുള്ളൂ. വിശ്രമിക്കാനായിട്ട് അവിടേക്ക് പോവുക, എല്ലാം വിട്ടിട്ട് എവിടേക്കോ പോവുക. അപ്പോൾ ഹാപ്പി അല്ല എന്നുള്ളതാണ്. അപ്പോൾ എവിടെയാണോ നമ്മൾ ഹാപ്പിനെസ് കൂടുതൽ അനുഭവിക്കുന്നത്, ഹാപ്പിനെസ് കുറവ് അനുഭവിക്കുന്നത്, അത് നമ്മൾ ഓവർകം ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം ഞാൻ കംപ്ലീറ്റ് അല്ല. നമ്മൾ ആ അബ്സല്യൂട്ട് സ്റ്റേറ്റിനെ കുറിച്ചിട്ടൊന്ന് ചിന്തിച്ച് നോക്കിയാൽ കാര്യം മനസ്സിലാവും. എപ്പോഴും എവിടെയും ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റ്. ഇവിടെയാണെങ്കിൽ ഇവിടെ ഹാപ്പി. ഇനി അതാ നേച്ചർ എന്നെ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോവാണ് എൻ്റെ ദൗത്യത്തിനായിട്ട്, ഈ ഹാപ്പിനെസ് ആണ് ഞാൻ കൊണ്ടുപോകേണ്ടത്. എൻ്റെ ക്വാളിഫിക്കേഷനോ എൻ്റെ കഴിവുകളോ ഇതൊന്നുമല്ല ഞാൻ കൊണ്ടുപോകേണ്ടത്, എൻ്റെ ഹാപ്പിനെസ്സാണ് കൊണ്ടുപോകുന്നത്. ബാക്കിയെല്ലാം ഇല്ലാണ്ടാവും. ഞാൻ എത്ര ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളായാലും, വലിയ സർജനായിരിക്കാം, ഞാൻ പോകുന്ന രാജ്യത്തിൽ എനിക്ക് ഈ കഴിവുകൾ ഉള്ള സമയത്ത് എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. അവിടെ പോയിട്ട് എക്സാം എഴുതുന്നു, എത്ര ബുദ്ധിമുട്ടുന്നുണ്ട് ആൾക്കാർ. അവിടെ പോയിട്ട് എൻട്രൻസ് ടെസ്റ്റ് എഴുതുന്നു, 5-6 കൊല്ലം കളയുന്നു, ചിലപ്പോൾ വിവാഹ ജീവിതം നീട്ടിവെക്കുന്നു, കുട്ടികളെ അവിടെ വളർത്താൻ ബുദ്ധിമുട്ടാണ്. എന്നാലും അതൊക്കെ അതിജീവിക്കുക. എന്താ കാരണം? എവിടെ ഒരു സുഖം കിട്ടും. നമ്മൾ കഥ കേൾക്കുകയാണ്, അവിടെയൊക്കെ എന്തോ സന്തോഷമുണ്ട്. അവിടെ സന്തോഷമില്ല എന്ന് കണ്ടാലറിയാം. ഇപ്പോൾ അത് യുദ്ധങ്ങൾ നടക്കുന്നു, അത്രയും സന്തോഷമുള്ള രാജ്യത്തിന് എന്താ യുദ്ധം നടക്കുന്നു? അപ്പോൾ നമുക്ക് ശരിക്കുള്ള ആ ഹാപ്പിനെസ് നമ്മൾ അറിയേണ്ട ആവശ്യമില്ല, കണ്ടെത്തേണ്ട ആവശ്യമില്ല, നമ്മളത് മനസ്സിലാക്കേണ്ട ആവശ്യം. അതാണ് ഭഗവാൻ ശ്രീരാമൻ പറയുന്നത്. രാമായണത്തിൻ്റെ തീം അതായിട്ട് എനിക്ക് തോന്നുന്നു. ഭഗവാൻ ശ്രീരാമൻ അയോധ്യ വിട്ടിട്ട് പോവുകയാണ്. പോയിട്ട് കീഴടക്കുന്നു, ഒരുപാട് ആൾക്കാരെ കീഴടക്കി, ലങ്ക കീഴടക്കി, ലോകം കീഴടക്കി എന്ന് മനസ്സിലാക്കാം. അതിൻ്റെ ഇടയ്ക്ക് സീതാ മാതാവ് അപഹരിക്കപ്പെടുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ തോന്നുന്നു നമ്മുടെ മനസ്സ് അപഹരിക്കപ്പെടുകയാണ്, ഓരോ സ്ഥലത്തേക്ക് അപഹരിക്കപ്പെടുന്നു. അത് വീണ്ടെടുത്തിട്ട് തിരിച്ച് അത് എല്ലാം കൂട്ടിയിട്ട്, എല്ലാ സ്കില്ലും എല്ലാ കഴിവുകളും എല്ലാം കൂട്ടിയിട്ട് എൻ്റെ ഇവിടെ തന്നെയാണ് സമാധാനം എന്ന് മനസ്സിലാക്കി തിരിച്ചു വരും. അതാണ് ശരിക്കും അയോധ്യ. യുദ്ധം നടക്കാത്ത സ്ഥലമാണ് എൻ്റെ ഹൃദയം. അപ്പോൾ അവിടെ ഈശ്വരൻ പൂർണ്ണമായിട്ടും നമ്മൾ എസ്റ്റാബ്ലിഷാണ്, ഈശ്വരൻ എസ്റ്റാബ്ലിഷാണ്. നമുക്ക് എവിടെയാണ് സുഖമില്ലാത്ത അവസ്ഥ, നമുക്കൊരു ലിബറേഷൻ ആവശ്യമുണ്ടോ, ഒരു റിയലൈസേഷൻ ആവശ്യമുണ്ടോ, ഇവിടെ അല്ലാത്ത വേറൊരു ഇടമുണ്ടോ, ഇതൊക്കെ നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ജോയ് എന്നുള്ള ആ പദം, ആനന്ദം എന്നുള്ള പദം അത്ര എളുപ്പമല്ല മനസ്സിലാക്കുക. ജോയ് നമ്മുടെ അടിസ്ഥാനമാണ്, ഫൗണ്ടേഷനാണ്. അവിടെ നിന്നാണ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മുല്ലാ നസറുദ്ദീൻ പറഞ്ഞ പോലെ കളഞ്ഞുപോയ താക്കോല് വേറെ എവിടെ അന്വേഷിച്ചുകൊണ്ടിരിക്കും, ഇവിടെ തന്നെയാണത്. അന്വേഷിക്കുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെ, അന്വേഷിക്കുന്ന ആൾ തന്നെയാണ് അന്വേഷിക്കുന്നത് എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് നമ്മൾ കണ്ടൻമെൻറ്റ് ജീവിതത്തിൽ കൊണ്ടുവരും. ഇതാണ് ഹാർട്ട്ഫുൾനെസ് പഠിപ്പിക്കുന്നത്. ബി കണ്ടൻറ്റഡ്. നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്നു, ശുദ്ധീകരിക്കുന്നു, നമ്മുടെ ഉള്ളിലുള്ള ആ അവസ്ഥ, ആന്തരിക അവസ്ഥ അത് റേഡിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും എപ്പോഴും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയി എന്ന് വരാം. അവിടെയും ഹാപ്പി, ഇവിടെയും ഹാപ്പി. നമ്മളത് തേടി പോകേണ്ട കാര്യമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇതാണ് എഡ്യൂക്കേഷൻ്റെ ഹയസ്റ്റ് പർപ്പസ് എന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ ഏത് തരത്തിലുള്ള കഴിവുകളായാലും അത് യൂട്ടിലൈസ് ചെയ്യാൻ ഇന്ന സാഹചര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ ചെയ്യുള്ളൂ
അല്ലെങ്കിൽ എൻ്റെ ഈഗോ സാറ്റിസ്ഫൈൻ എന്തെങ്കിലും ഉണ്ടെങ്കിലേ എനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ നമ്മുടെ പർപ്പസ് ഫുൾഫിൽ ചെയ്യുന്നുണ്ടോ? ഒരു മാങ്ങ അത് മധുരം ഉണ്ടെങ്കിൽ ഇവിടെയും മധുരമുണ്ട്, വേറെ എവിടെയായാലും മധുരമുണ്ട്, വ്യത്യാസമില്ല. എവിടെ കൊണ്ടായാലും അതിന് മധുരമുണ്ട്. അതുപോലെ നമ്മൾ എവിടെയായാലും ഹാപ്പി ആയിട്ട് ഹാപ്പിനെസ് റേഡിയേറ്റ് ചെയ്യാനായിട്ട് പോകും. ഹാപ്പിനെസ് കിട്ടാനായിട്ട് പോകരുത്, ലഭിക്കാനായിട്ട് പോകേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുക. അതാണ് ജോയ്, അതാണ് ശരിക്കും ഡിവൈനിൽ ജീവിക്കുക എന്നതിൻ്റെ അർത്ഥം എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത സെഷൻ വരെ ഇവിടെ വാങ്ങുന്നു. നന്ദി, നമസ്കാരം.